ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൊകവൂർ കുനിമ്മൽ താഴത്ത് അണ്ടർപാസ് അനുവദിക്കണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി ബാങ്ക്മെൻസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ കോളേജ് മാഗസിൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മഹാകവി വള്ളത്തോൾ 150-ാം ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട്. ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് 3-ന് കോഴിക്കോട്ട് തിരശീല ഉയരും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി KDP എലത്തൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ചേർന്നു. മൊകവൂർ കുനിമ്മൽ താഴത്ത് അണ്ടർപാസ് അനുവദിക്കാത്തതിൽ കൺവെൻഷൻ പ്രതിഷേധിച്ചു. ജനറൽ സെക്രട്ടറി KC കാർത്തികേയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി എലത്തൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KC കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുബീഷ് കുമാർ ആലാമ്പറ്റ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങള് സർക്കാർ ആശുപത്രികളിൽ തിങ്ങി നിറഞ്ഞ് കവിയുകയാണ്. അതിനുള്ളൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കുന്നില്ല. ഈ മഴക്കാലത്ത് പല രോഗങ്ങളും പിടിപെടുകയാണ്. അതിന് നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. അതിന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ നമ്മുടെ KDPയുടെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നിയന്ത്രണത്തില് നമ്മുടെ ബൂത്ത് കമ്മിറ്റി മുതൽ വാർഡ് കമ്മിറ്റി മുതൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മുടെ KDP പ്രവർത്തകർ കൂടുതൽ സജീവമായി രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പാർട്ടി പ്രവർത്തകരോട് അറിയിക്കുവാനുള്ളത്. AA സവാദ്, P സുഭാഷ്, PM യൂസഫലി, CK കുട്ടിഹസൻ, രാമകൃഷ്ണൻ നന്മണ്ട തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണക്കാർക്ക് താങ്ങുവാൻ സാധിക്കാത്ത ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മഴക്കാല രോഗങ്ങൾ തടയാൻ രോഗപ്രതിരോധത്തിനായി വാർഡ് തലങ്ങൾ മുതൽ പാർട്ടി പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിച്ചു. റിട്ടയർഡ് നേവി ക്യാപ്റ്റൻ ഗോപാലൻ എലത്തൂർ, PV സുനിൽകുമാർ മൊകവൂർ, E മനോഹരൻ, K അജയൻ, ശശിധരൻ നായർ എന്നിവർ ഭാരവാഹികളായി 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി ബാങ്ക്മെൻസ് ക്ലബ്ബ് അഖില കേരളാടിസ്ഥാനത്തിൽ നടത്തിവന്ന കോളേജ് മാഗസിൻ അവാർഡ് വിജയികളെ പ്രഖ്യാപിച്ചു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാഗസിൻ പൊയ്യ് 1-ാം സ്ഥാനം നേടി. ബാങ്ക്മെൻസ് ക്ലബിന്റെ 28ാമത് ബഷീർ അവാർഡ് കഴിഞ്ഞ 28 വർഷം നമ്മൾ കൊടുത്തു പോരുന്നതാണ്. കേരളത്തിലെ കോളേജ് മാഗസിനുകൾക്കുള്ള അവാർഡ് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മാഗസിന്റെ പേര് പൊയ്യ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, എഡിറ്റർ ഡോക്ടർ ആമി. 2-ാം സ്ഥാനം കാർണേഷ്യ, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, എഡിറ്റർ പ്രണവ് മോഹൻ VR. 3-ാം സ്ഥാനം ഒലി, ഫറൂഖ് കോളേജ് കോഴിക്കോട്, എഡിറ്റർ റസീൻ മുഹമ്മദ്. പിന്നെ 2 പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. ഒന്ന് സ്വം, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്, എഡിറ്റർ മുഹമ്മദ് ഷോയിബ് സഗീർ. 2 കൂറ്റ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ, എഡിറ്റർ അർജുൻ P. കോഴിക്കോട് ജില്ലയിലെ ബാങ്ക് ജീവനക്കാരുടെ കലാസാംസ്കാരിക സംഘടനയായ ബാങ്ക്മെൻസ് ക്ലബ്ബ് 28ാം തവണയാണ് ബഷീർ അവാർഡ് സമ്മാനിക്കുന്നത്. കോളേജ് മാഗസിനുകൾക്കായി നടത്തിയ മത്സരത്തിൽ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1-ാം സ്ഥാനവും ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി 2-ാം സ്ഥാനവും കോഴിക്കോട് ഫാറൂഖ് കോളേജ് 3-ാം സ്ഥാനവും നേടി.
അവാർഡുകൾ ജൂലൈ 24 വൈകിട്ട് കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ബഷീർ അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ അനുസ്മരണ പ്രഭാഷണവും അവാർഡ് സമർപ്പണവും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് സി ലാസർ, സെക്രട്ടറി അർജുൻ സി, വൈസ് പ്രസിഡന്റ് പോൾ ചാക്കോ, വി ഗിരീശൻ, VR രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാകവി വള്ളത്തോൾ 150ാം ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട് നടന്നു. പുരസ്കാര വിതരണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും PV ചന്ദ്രൻ നിർവഹിച്ചു. മഹാകവി വള്ളത്തോൾ മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് വള്ളത്തോൾ ജന്മദിനാഘോഷം നടത്തിയത്. PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലയിൽ പുരസ്കാരം ലഭിച്ച ഗോപിനാഥ് ചേന്നര, KP സജിത്ത്, ബീന റഷീദ്, സരസ്വതി ബിജു എന്നിവർക്ക് PV ചന്ദ്രൻ ഉപഹാരം നൽകി. വള്ളത്തോളിന്റെ 150ാം ജന്മദിനത്തിലെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത വള്ളത്തോൾ മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ സാരഥികളെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹാകവിയെ കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ വേണ്ടതായ അറിവുള്ള ഒരാളല്ല ഞാനെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കുമാരനാശാൻ, ഉള്ളൂർ എന്നിവരോടൊപ്പം മാറ്റം കൊണ്ടുവന്ന കവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. സൗന്ദര്യത്തെക്കുറിച്ച് എഴുതുക മാത്രമല്ല, സമൂഹത്തിലെ മാലിന്യങ്ങൾക്കെതിരെ വിമർശനം നടത്താനും അദ്ദേഹം തയ്യാറായിരുന്നു. കവിത എഴുതി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം. കവിത എഴുതി സ്വയം അച്ചടിച്ച് കൊണ്ടു നടന്ന് വിറ്റു ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല, കലാമണ്ഡലം പോലുള്ള ഒരു മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കുകയും ചെയ്തു. കലയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കാൻ അതുകൊണ്ട് തന്നെ കേരളീയർക്ക് സാധിച്ചു. മലയാളത്തിന്റെ ഈ ദേശീയ കവിയുടെ പേരിലുള്ള പുരസ്കാരം ഇന്നിവിടെ 4 പ്രശസ്ത വ്യക്തികൾ ഏറ്റുവാങ്ങുന്നത്. പുരസ്കാരം നേതാക്കൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ KKN കുറുപ്പ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് MV കുഞ്ഞാമു, വള്ളത്തോൾ മെമ്മോറിയൽ ഫൗണ്ടേഷൻ രക്ഷാധികാരി ആറ്റക്കോയ പള്ളിക്കണ്ടി, PR നാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് 3 കോഴിക്കോട് തിരശ്ശീല ഉയരും. ഓഗസ്റ്റ് 7 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 360 പുരുഷന്മാരും 180 വനിതകളും 60 ഒഫീഷ്യൽസും പങ്കെടുക്കും. ആഗസ്റ്റ് 2 മുതൽ 7 വരെ കൃഷ്ണ മേനോൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേശീയ മാസ്റ്റേഴ്സ് പുരുഷ വനിത പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. 2-ാം തീയതി വൈകുന്നേരം ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗോടെ ആ ചാമ്പ്യൻഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുകയും 3-ാം തീയതി മുതൽ 7-ാം തീയതി ഉച്ചവരെ മത്സരങ്ങൾ നടക്കും. 3-ാം തീയതി 9:30 സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ O രാജഗോപാൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
ദേശീയ മാസ്റ്റേഴ്സ് ക്ലാസിക് ആൻഡ് എക്യുപ്ഡ് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾക്കായി ഓഗസ്റ്റ് 2 മുതൽ 7 വരെ കോഴിക്കോട് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 3 രാവിലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 7 തീയതി ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ IPS സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ രാജഗോപാൽ, സംസ്ഥാന സെക്രട്ടറി ഇ മോഹൻ പീറ്റേഴ്സ്, പ്രസിഡന്റ് അജിത് എസ് നായർ, ജനറൽ കൺവീനർ മിഥുൻ കുമാർ അത്താടി, സെക്രട്ടറി പി പ്രഗ്നേഷ് പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ഭക്തജന സമിതിയുടെ സാന്ദ്രാനന്ദം നാരായണീയ സത്രം ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ നടന്നു. ഒക്ടോബർ 5 മുതൽ 11 വരെ ഗുരുവായൂരിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം 2025 നാരായണീയ സത്രം നടത്തിയത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന നാരായണീയ സത്രം വൈകുണ്ഠാമൃതം 2025 ശ്രീ വളയനാട് ഭക്തജന സമിതിക്ക് ക്ഷണം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിസര പ്രദേശത്തെ ക്ഷേത്ര സമിതികളെയും വളയനാട് ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നാരായണീയ സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സാന്ദ്രാനന്ദം എന്ന പേരിൽ നാരായണീയ സത്രം നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിയില്ലാത്ത കുടുംബം നാടിന് കരുത്ത് എന്ന സന്ദേശത്തിൽ മുറുകെ പിടിച്ച് എളയത്തിൽ കണ്ണിറ്റമാക്കിൽ അമ്മമാർ കൂട്ടായ്മ നടത്തി. 100-ലേറെ അമ്മമാരാണ് ലഹരിക്കെതിരെ രംഗത്തിറങ്ങിയത്. ലഹരി എന്ന മാരക വിപത്തിനെതിരെയാണ് അമ്മമാർ ഒത്തുകൂടിയത്. പരിപാടി കൊടുവള്ളി CI സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരൊക്കെ സ്പോർട്സിലേക്കോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് അവനെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിലേക്ക് മാറ്റിവിടുക. അവന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് മാറ്റിവിടുക. അപ്പൊ അതൊരു ടെക്നിക്കാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഹബീബ് എളയത്തിൽ അധ്യക്ഷനായിരുന്നു. എക്സൈസ് ഓഫീസർ ലതാമോൾ ക്ലാസ് എടുത്തു. സിവിൽ പോലീസ് ഓഫീസർ രമ്യ അശ്വന്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹുസൈൻ, സൗദ SI, നാസറേട്ടി, വാർഡ് അംഗം റസീന, മുൻ വാർഡംഗം സജിത രവി തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി സമയങ്ങളിൽ 10 മണിക്ക് ശേഷം കുട്ടികൾ പുറത്ത് പോയിട്ട് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ടർഫ് പോകാമെന്ന് പറഞ്ഞ് പലരും കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്. ആ കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്നും രക്ഷിതാക്കൾ അറിയട്ടെ. അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ടർഫിൽക്ക് മാത്രമാണ്. അതല്ല, അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ അതിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്പോർട്സ് മേഖലയിലേക്ക് ഇത്രയും അധികം ബോധവൽക്കരണം നടത്തുന്നതിനുള്ള കാരണം, ഒരു കാലത്ത് നമ്മളെ ഗ്രൗണ്ടുകളും കളിസ്ഥലങ്ങളെല്ലാം ഒരു 4 മണിയാകുമ്പോൾ നിറഞ്ഞു കവിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വൈകുന്നേരം 4 മണി ഒരു കളിക്കാരനെ നമ്മളെ സ്റ്റേഡിയത്തിലേക്ക് കാണുന്നില്ല, കളിക്കാൻ ആരും വരുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഫോണിൻ്റെ ഉപയോഗങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ഒരു 4 മണിക്ക് ശേഷം നിങ്ങളെ മക്കളെ നിങ്ങൾ കളിസ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് അവർ കളിക്കട്ടെ, അവർ കളിച്ച് വളരട്ടെ, വളർന്ന് വലുതാവട്ടെ. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ വീടുകളിൽ നിന്ന് കഴിയുന്നതും രാത്രി സമയങ്ങളിൽ നിങ്ങളെ കുട്ടികളെ പുറത്തേക്ക് കഴിയുന്നതും വിടാണ്ട് നിൽക്കുക. സീനത്ത് AT, ഫാത്തിമ ടീച്ചർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു. അനുമോദന പരിപാടി 47-ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ പുതുക്കുടി അഴകത്ത് രാജേഷിനെയും 2024-25 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും LSS, USS വിജയികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കോർപ്പറേഷൻ 47-ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല രീതിയിൽ ഒരുപാട് ഉയർച്ചകൾ വരത്തക്ക രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. വീട്ടുകാർക്കായാലും അതെ, സ്കൂളുകൾക്കായാലും അതെ, എല്ലാ സ്കൂളും നല്ല ഹൈടെക് ആയിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കോഴ്സുകളും ഇപ്പം ഇവിടെ വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മളെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. കുട്ടികളെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം നമ്മളെ വീട്ടിൽ നിന്നും എത്രയായാലും നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് അധ്യാപകർക്ക് ഒരുപാട് പങ്ക്, അധ്യാപനം നടത്തുന്നുണ്ടെങ്കിലും അവർക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. പണ്ടത്തെ പോലെ അധ്യാപകർ ഞങ്ങളെയൊക്കെ കാലത്ത് അടിച്ചു വളർത്തിയിട്ടുള്ളതാണ് നമ്മളെ കുട്ടികളെയൊക്കെ, അല്ലെ? അപ്പൊ അതൊന്നും പറ്റില്ല. കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതില് മുഖ്യ പങ്ക് നമ്മൾക്ക് രക്ഷിതാക്കൾക്ക് തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികൾ നല്ല രീതിയിൽ വളരണം നമ്മളെ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾക്കിപ്പോ ഒരുപാട് മക്കളൊന്നുമില്ല. പണ്ടാണ് 10, ഇന്നിപ്പോ ഒരാള് വർത്തമാനം പറഞ്ഞു പറയാ 10ാമത്തെയാണ് ഞാൻ എന്റെ വീട്ടില്. അപ്പൊ 10 മക്കള് എങ്ങനെയാലും 5 എണ്ണം ഉണ്ടാവും, അല്ലെ? അത് ഇപ്പൊ ആണെങ്കിലോ 1, 2 അല്ലെങ്കിൽ 3 അത്രയേ ഉള്ളൂ കുട്ടികൾ ഓരോ വീട്ടിലും, ഓരോ അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഉള്ളൂ. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ സജീവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് അന്നങ്ങാട്ട് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PA രാജേഷ്, KC ബാബു, മുരളി ബേപ്പൂർ, റീജ, രാജേഷ് P, ശിവൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മുൻ മുഖ്യമന്ത്രി VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് തീരാ നഷ്ടമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി പ്രസ്താവിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ സംഘടനകളുടെ പേരിലും നിരവധി നിവേദനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ച സന്ദർഭങ്ങൾ ഷെവലിയാർ ചാക്കുണ്ണി സ്മരിക്കുകയും നിവേദന ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. VSന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ചാലപ്പുറം ഡോക്ടർ ബഡ്ഡീസ് ഹെൽത്ത് ഹബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം രോഗികൾ പങ്കെടുത്തു. ഡോക്ടർമാരായ ബേബി ജോസഫ്, സുനിൽ ലാൽ, ജസീർ, ദൃശ്യ എന്നിവർ രോഗികളെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഫൈബ്രോ സ്കാൻ, ബ്ലഡ് ഷുഗർ, ലങ് ടെസ്റ്റ്, നെർവ് ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ്, ബോൺ മിനറൽ ഡെൻസിറ്റി എന്നീ ടെസ്റ്റുകളാണ് സൗജന്യമായി നടത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൊകവൂർ കുനിമ്മൽ താഴത്ത് അണ്ടർപാസ് അനുവദിക്കണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി ബാങ്ക്മൻസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ കോളേജ് മാഗസിൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മഹാകവി വള്ളത്തോൾ 150ാം ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട്.
ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് 3-ന് കോഴിക്കോട്ട് തിരശീല ഉയരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.